ഷോറൂം ജീവനക്കാരൻ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് റോഷന്റെ ഭാര്യ. ട്രേഡ് യൂണിയന്റെ ആളുകൾ വിളിച്ചതുകൊണ്ടാണ് റോഷൻ കാർ ഇറക്കാൻ പോയതെന്നും ഷെൽമ പറഞ്ഞു. മുൻപും ഇത്തരത്തിൽ പോകാറുണ്ട്. വാഹനം ഓടിച്ച അൻഷാദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഷെൽമ ജനം ടിവിയോട് പറഞ്ഞു. പരിശീലനം ലഭിക്കാത്ത CITU തൊഴിലാളി കണ്ടെയ്നറിൽ നിന്ന് കാർ ഇറക്കിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ആരോപണമുയർന്നിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇവിടെ ഹസ്ബൻഡ് പോയത് യൂണിയനിൽ നിന്ന് ആൾ വിളിച്ചിട്ടാണ് പോയത്. 10:13 ഇവിടുന്ന് പോയത്. 10:13 കോള് വന്നത്. അത് യൂണിയൻ്റെ ആൾ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണ് ഫോണിൽ സേവ് ചെയ്തിട്ടേക്കുന്നത്. പക്ഷേ അൻഷാദ് എന്നുള്ള പേരല്ല. പോവാറുള്ളതാണ്. ഈ 10:30 ട്രക്ക് ഇന്ന് വണ്ടി ഇറക്കാറ്. അപ്പോൾ മുമ്പേയും പോവാറുള്ളതാണ്. അപകടം പറ്റി ഹസ്ബൻഡ് മരിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം മീഡിയയിലൂടെയും എല്ലാത്തിലും പത്രത്തിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ ചെയ്ത ആളുണ്ടല്ലോ, വണ്ടി ഓടിച്ച ആൾ അൻഷാദ്, അയാൾക്കുടെ ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. അയാളുടെ ഒരു ഫോട്ടോയോ ഏജോ ഒന്നും വന്നിട്ടില്ല, അഡ്രസ്സോ ഒന്നും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ എല്ലാ കേസിലും അങ്ങനെ ഇരിക്കുമോ? അപ്പോൾ പുറത്ത് വിടുന്നില്ല. അപ്പോൾ അതെന്തായാലും ഹൈഡ് ചെയ്യുന്നത് പോലെയല്ലേ അത്? ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഇപ്പോൾ ഷെൽമ പറഞ്ഞു വെക്കുന്നത് എന്താണ്? മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളും കൂടി. ദേവിക, ഷെൽമ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ അൻഷാദിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നേരത്തെ തന്നെ അൻഷാദ് CITU പ്രവർത്തകരാണ്. CITU നിർദ്ദേശിച്ചത് പ്രകാരമാണ് അൻഷാദ് അവിടെ കാർ ഓടിക്കാൻ എത്തിയത് എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് CITU നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ യൂണിയൻ തൊഴിലാളിയല്ല അൻഷാദ്, പുറത്തുനിന്ന് വന്ന ആളാണ് ആ വാഹനം ഓടിച്ചത് എന്ന കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ പരിചയസമ്പന്നനല്ലാത്ത ഒരാൾ വാഹനം ഇറക്കിയതാണ് അപകടത്തിന് കാരണമെന്നും റോഷന്റെ മരണത്തിന് ഇടയാക്കിയത് പരിചയസമ്പന്നനല്ലാത്ത, പ്രത്യേകിച്ച് ആഡംബര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത് ഓടിച്ച് പരിചയമുള്ള ആളുകൾ വേണം കണ്ടെയ്നറിൽ നിന്ന് ഷോറൂമിലേക്ക് ആ വാഹനം എത്തുമ്പോൾ പുറത്തേക്ക് ഇറക്കേണ്ടത്. എന്നാൽ യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ കാർ ഓടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റി റോഷനെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്നാൽ ഈ ഒരു അപകടം നടന്നിട്ടും കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത അപകടമുണ്ടാക്കിയതിന് ഒരു കേസെടുത്തു എന്നതിനപ്പുറം എന്തെങ്കിലും നടപടിക്ക് മുന്നോട്ട് പോകുന്നില്ല അധികൃതർ എന്ന കാര്യമാണ് ഷെൽമ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ അപകടം ഉണ്ടായതിനു ശേഷം CITU ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി CITUവിന്റെ നേതാക്കളോ ഒപ്പം തന്നെ MLA-യോ MLA അടക്കമുള്ള ആളുകളോ തന്റെ തങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം അവരാരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, റോഷന്റെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് വന്നത്. എന്നാൽ ഈ ഒരു ആരോപണം CITU ആണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ അവർ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി യൂണിയൻ പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് വീട്ടിൽ സന്ദർശനം നടത്താമായിരുന്നു എന്ന കാര്യം ഷെൽമ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് ഷെൽമ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ വിളിച്ചത് അനുസരിച്ചാണ് റോഷൻ പോയിട്ടുണ്ട്. കാർ ഷോറൂമുകളിൽ നിന്ന് കാർ ഇറക്കുന്നതിന് വേണ്ടി വിളിച്ച സമയത്ത് ഞായറാഴ്ച രാത്രി, കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. വാഹനം ഇറക്കുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. രാത്രി 10:30 അങ്ങോട്ട് ഷോറൂമിൽ നിന്ന് കാർ ഇറക്കുന്നതിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞ് റോഷന് ഒരു ഫോൺ കോൾ വരുന്നത്. അത് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്, ട്രേഡ് യൂണിയന്റെ ആളുകൾ തന്നെയാണ് വിളിച്ചത് എന്നും അതുകൊണ്ട് തന്നെ അവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് ഷെൽമ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ശരി ജിജീഷ്.